താഴ്ത്തുന്ന അവസ്ഥയിലേക്കെത്തി. അയിമ്മത്ത് മുഴുവൻ ഇത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. മഹാനായ ഉമർ ഖാദി തങ്ങൾ ചോദിക്കുന്നു, ഇത് തുറന്നു വരുമോ? തുറന്നു കൊടുത്താൽ എത്ര ആളുകൾക്ക് തുറന്നു കൊടുക്കേണ്ടി വരും? ഇല്ല ഇല്ല, തുറന്നു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞു. ഉമർ ഖാദി അങ്ങ് കരയാൻ തുടങ്ങി. തന്റെ കവിതയിലൂടെ, ലോകപ്രസിദ്ധ കവിതയായ സല്ലല്ലാഹു കവിത നിങ്ങൾക്കറിയില്ലേ? നാം അത് പാടണം, പഠിക്കണം, നമ്മളെ മക്കൾക്ക് പഠിപ്പിക്കണം. അതിന്റെ അർത്ഥം നാം പഠിക്കണം. അതിലൊക്കെ വലിയ പുണ്യമുണ്ട്. റസൂലുള്ളാഹിന്റെ മൗലിദ് പഠിക്കണം. പഴയകാലത്തുള്ള വയസ്സന്മാർക്ക് മങ്കൂസ് മൗലിദ് കാണാതറിയുമായിരുന്നു. ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, നമ്മുടെ പ്രവർത്തകർക്ക് വരെ വ്യക്തമായി വായിക്കാൻ കഴിയില്ല. ഉസ്താദുമാരാണ് വായിക്കുന്നത്. പോരാ, നാം റസൂലുള്ളാഹിന്റെ മാദിഹീകളായി മാറണം. അവിടുത്തെ മദ്ഹ് അർത്ഥം അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും വലിയ പുണ്യമുള്ളതാണ്. നമ്മുടെ നാവ് മോശങ്ങൾ പറയുന്ന നാവാണ്, കാത് മോശങ്ങൾ കേൾക്കുന്ന നാവാണ്. ഇതൊക്കെ ശുദ്ധിയാക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹ് പാടണം, പറയണം. സഹോദരന്മാരെ, അവിടെ നിന്ന് പാടാൻ തുടങ്ങിയ നീണ്ട കവിതയാണ്. അതിൽ പറയുന്നുണ്ട്, ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ വഅസല്ലിനാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ ഫലഹു ബിനൈൽ ശഫാഅത്തിൻ തഹബൽ ഇൻദൽ ഇലാഹി മുനഅമൻ തൻഈമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹുബ്ബുൻ നബി, റസൂലുള്ളാഹിനെ സ്നേഹിക്കുക. മദ്ഹ് പറയുന്ന മുമ്പ് സ്നേഹം വേണം. അങ്ങനെ റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുക എന്നുള്ളത് ഖൈറുൽ അമൽ, അമലുകളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ അമലാണ്. ഹുബ്ബുൻ നബി വമദ്ഹു ഖൈറുൽ അമൽ വഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുഹുൽ അമൽ. അല്ലാഹു ആകാൻ മതി. ബിഹി യുബല്ലിഗുഹുൽ അമൽ. എന്തിനു വേണ്ടിയാണോ മൗലിദ് ഓതിയത്, എന്തിനാണോ മദ്ഹ് പറഞ്ഞത്, അത് അല്ലാഹു എത്തിച്ചു തന്നേക്കാം, എത്തിച്ചു തരും. വലഹു ബിനൈലി ശഫാഅത്തിൻ തഹബൽ. റസൂലുള്ളാഹിന്റെ മദ്ഹ് പറയുന്നവർക്ക്, റസൂലുള്ളാഹിന്റെ മദ്ഹ് സംഘടിപ്പിക്കുന്നവർക്ക്, റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നവർക്ക് ശഫാഅത്തുണ്ടെന്ന് റസൂലുള്ളാഹി തങ്ങൾ ജാമ്യം നിന്നിരിക്കുന്നു. ഇത് പാടുന്നത് എവിടുന്ന? റസൂലുള്ളാഹിന്റെ ഖബറരികിൽ നിന്ന്. എന്ത് സംഭവിച്ചു? റസൂലുള്ളാഹി ഇതിനെ അംഗീകരിച്ചോ? അവിടെ നിന്ന് കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടി 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 അവസാനം പറഞ്ഞു, നബിയേ മാജഫദം സലമിൻ ഐനൈനി ലകിന്നഹു യജ്രി അലൽ ഹദ്ദൈനി ബിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി ഹയ്യം വമൈതം ബിത്തുറാബി റമീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയേ മാജഫദം സാലമിൻ ഐനി, എന്റെ കണ്ണിൽ ഒഴുകുന്ന കണ്ണുനീര് വറ്റുന്നില്ല നബിയേ. ലകിന്നഹു യജ്രി അലൽ ഹദ്ദൈനി, എന്റെ കവിളിലൂടെ അത് ഒലിച്ചുകൊണ്ടിരിക്കുന്നു നബിയേ. മിൻ ഹുബ്ബി ഖൽബി സയ്യിദൽ കൗനൈനി, ഇവിടത്തോടുള്ള സ്നേഹമാണതിന് കാരണം നബിയേ. അതങ്ങ് പറഞ്ഞിട്ട് പറയുന്നു, യാ കിറമൽ ഖുറമാ അലാ അഅ്താബികും ഉമറുൽ ഫഖീറുൽ മുർതദി ലിജനാബികും യർജുൽ അസാ അലൽ ബുകാഇ ബിബാബികും വദംഉ മിൻ ഖദ്ദൈഹി സഅല സദീമാ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. നബിയേ, യാ കിറമൽ ഖുറമാ, ധർമ്മിഷ്ഠരിൽ ഏറ്റവും ഉയർന്ന ധർമ്മിഷ്ഠരായ നബിയേ, ഏറ്റവും ധർമ്മം ചെയ്യുന്ന നബിയേ, അതാ അവിടുത്തെ ഹലാൽ സ്ഥാപിക്കും. അവിടുത്തെ ഉമർ പടിയിലുണ്ട്. ഉമറുൽ ഫഖീർ, കയ്യിലമലില്ലാത്ത പാവപ്പെട്ട ഉമർ, അവിടുത്തെ ഉമർ പടിയിലുണ്ട് നബിയേ. ഒരു പണക്കാരന്റെ മുമ്പിൽ വന്നിട്ട്, ഒരു വലിയവന്റെ മുമ്പിൽ വന്നിട്ട്, ഒരു രാജാവിന്റെ ഗേറ്റിൽ വന്നിട്ട് ഈ ഫഖീർ ഈ ഗേറ്റിലുണ്ടെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഈ ഗേറ്റൊന്ന് തുറന്നു തരൂ, എന്റെ വിഷമങ്ങൾക്കൊരു പരിഹാരം തരൂ എന്നല്ലേ. ഈ ആശയം വെച്ചുകൊണ്ട് വാതിലിൽ ഫഖീറായ ഉമറുണ്ട് നബിയേ എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖാലിങ് പറയുമ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ റൗളയുടെ വാതിൽ, അല്ലെങ്കിൽ ഹുദറത്ത് ശരീഫയുടെ വാതിൽ തനിയെ തുറക്കപ്പെടുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ അംഗീകാരം കിട്ടിയതായ കവിതയാണിത്. അതിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ നബിയെ റസൂലുള്ളാഹി തങ്ങളുടെ മദ്ഹ് പറയുന്നത് വലിയ അമലാണ്.
വലഹു ബിനൈലി ശഫാഅത്തിൻ ദോഹാകഫൽ അത് ചെയ്യുന്നവർക്ക് ശഫാഅത്തുണ്ട് ഇൻദല്ലിലാഹിമുന അമന്ദൻ ഐമാ മാത്രമല്ല അവൻ സ്വർഗ്ഗത്തിൽ കടക്കുന്നതാണ്. 4 ഓഫറുകളാണ് റസൂലുള്ളാഹിന്റെ മാതൃകൾക്ക് കൊടുത്തത്. അല്ലാഹു നമ്മളെ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. നാം റസൂലുള്ളാഹിന്റെ പേരിൽ അന്നദാനം നടത്തുന്നത്, റസൂലുള്ളാഹിന്റെ പേരിൽ തോരണങ്ങൾ തൂക്കിയത്, റസൂലുള്ളാഹിന്റെ പേരിൽ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയും മോശമാവുകയില്ല, വെറുതെയാവുകയില്ല. ആരോ എന്തോ പറഞ്ഞുകൊള്ളട്ടെ മുഅ്മിനീങ്ങളെ, നമ്മുടെ ഇതിൽ ചെലവഴിച്ചത് മുഴുവനും പ്രതിഫലാർത്ഥമാണ്. ബഹുമാനപ്പെട്ട അബൂ മൂസ ദർഹൂനി മഹാനവറുകൾ പറയുന്നു, അല്ലാഹുവിന്റെ റസൂലിനെ കാണുന്നു സീറത്തുൽ നബവിയിൽ. ഇമാം ശാമി പറയുന്നു, റഅയ്തുൻ നബിയ ഫിൽ നൗം, ഞാൻ നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഫദകർതു ലഹു മാ തുഖാലു ഫി അമലിൽ ബലായി ഫിൽ മൗലിദ്, മൗലിദിൽ അന്നദാനങ്ങളൊക്കെ നടത്തുന്ന, ഈ സന്തോഷങ്ങൾ നടത്തുന്നത് എന്താണ് പറയേണ്ടതെന്ന് റസൂലുള്ളാഹിനോട് ചോദിക്കുന്നു. റസൂലുള്ള പറയുന്നു, ഫഖാല ലഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാം ശാമി അവിടുത്തെ സീറത്തുൻ നബവിയിൽ ഉദ്ധരിക്കുന്നു, മൻ ഫരിഹ ബിനാ ഫരിഹ്നാ ബിഹി, നമ്മുടെ ജന്മത്തിൽ, നമ്മുടെ മൗലിദിൽ, നമ്മുടെ മാസത്തിൽ ഒരാൾ സന്തോഷിച്ചാൽ നാം അവന്റെ കാര്യത്തിൽ സന്തോഷിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഈ വർഷം കാലിയം മഹല്ലത്തിലെ സുന്നികൾ വളരെ നല്ല രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്ഹികൾ കൊണ്ടാടിയവരാണ്, കൊണ്ടാടിക്കൊണ്ടിരിക്കുന്നവരാണ് പല രൂപത്തിൽ.